പുത്തൻ പുലരിയിൽ നമ്മളോടൊപ്പം ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. ബാലസാഹിത്യത്തിനുള്ള 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്രീജിത്ത് മൂത്തേടത്താണ് ഇന്ന് നമ്മളോടൊപ്പം പുത്തൻ പുലരിയിൽ അതിഥിയായി ചേരുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സ്വാഗതം ശ്രീജിത്ത് മൂത്തേടത്ത്. നമസ്കാരം. ആദ്യമേ തന്നെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. സന്തോഷം. എങ്ങനെയാണ് എഴുത്തിൻ്റെ വഴിയെ എന്നുള്ളത് ശ്രീജിത്ത് നേരത്തെ തന്നെ പലയിടത്തും വ്യക്തമാക്കിയതാണ്. ഒരു പക്ഷേ ഒരാശയത്തിൽ വിശ്വസിച്ചു പോയി എന്നതിൻ്റെ പേരിൽ അങ്ങേറ്റം തിക്ത അനുഭവങ്ങൾ നേരിട്ട ഒരു വ്യക്തി കൂടിയാണല്ലോ ശ്രീജിത്ത്. ആ ആശയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ എന്നാൽ സമൂഹത്തിലൊരു പരിവർത്തനം ഉണ്ടാകണം, അത് അക്ഷരങ്ങളിലൂടെ ആകാം എന്ന് തീരുമാനിക്കുകയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതെ. എങ്ങനെയാണ് ആ എഴുത്തിന്റെ വഴിയെ നീങ്ങിയത് എന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? പ്രേക്ഷകർക്ക് സ്വാഭാവികമായും അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടാകുമല്ലോ. താങ്കൾ അനുഭവിച്ച ആ തിക്താനുഭവങ്ങളും ഒക്കെ യൗവനകാലത്ത്, പിന്നീട് അതിൽ നിന്ന് എങ്ങനെയാണ് എഴുത്തിന്റെ വഴിയെ തിരിഞ്ഞത്, ഇതൊക്കെ ഒന്ന് ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാമോ? തീർച്ചയായും. ഞാൻ എൻ്റെ എഴുത്തിലേക്ക് ഗൗരവമായിട്ട് കടന്നിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. ഒരു 15 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ രീതിയിൽ ഗൗരവമായിട്ട് എഴുത്തിനെ സമീപിച്ച് തുടങ്ങുകയും രചനകൾ ആ രീതിയിൽ പബ്ലിക് ഡൊമൈനിൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ട് അധികകാലമായിട്ടില്ല. 2010 മുതലാണ് ആ രീതിയിൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്. ആ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവാനുള്ള കാരണം നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ചില ആ രീതിയിലുള്ള അനുഭവങ്ങൾ തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ അനുഭവങ്ങൾ എന്നെ രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ ബാല്യകാലത്ത് അനുഭവിച്ച പലതരത്തിലുള്ള അനുഭവങ്ങൾ, ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്ന സമയത്തുള്ള കാര്യങ്ങൾ. ഞങ്ങളുടെ നാട് അറിയാമല്ലോ, കോഴിക്കോട് ജില്ലയിലെ നാദാപുരം ആണ്. നാദാപുരത്തിനടുത്ത് വാണിമേൽ ആണ് എൻ്റെ വീട്. വാണിമേൽ ഭൂമിവർക്കലാണ് വീട്. ആ പ്രദേശം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ വളരെയധികം സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ തന്നെ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. വർഗീയ കലാപങ്ങൾ, രാഷ്ട്രീയ കലാപങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് അന്നത്തെ കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തിലെ ആ ഒരു സ്കൂൾ കാലഘട്ടവും ഒക്കെ തന്നെ, കോളേജ് കാലഘട്ടവും ഒക്കെ തന്നെ കഴിഞ്ഞു പോരുന്നത്. അതിനുശേഷം എൻ്റെ ഈ പറഞ്ഞ ഡിഗ്രി പഠനകാലത്താണ് നേരത്തെ പറഞ്ഞ രീതിയിൽ അച്ഛൻ്റെ മരണം ഉണ്ടാകുന്നത്, അച്ഛൻ ആക്രമിക്കപ്പെടുന്നത്, അച്ഛൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള എൻ്റെ ജീവിതം വളരെയധികം അരക്ഷിതാവസ്ഥ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. കാരണം വീട്ടിൽ നിന്നും ഞങ്ങൾ താമസിച്ചിരുന്ന വീട് ചുറ്റുപാടും മറ്റ് ഈ പറഞ്ഞ അച്ഛനെ ഇല്ലായ്മ ചെയ്ത ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭൂരിപക്ഷമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അവിടെ നിന്നും വലിയ രീതിയിലുള്ള ഉപരോധങ്ങളൊക്കെ തന്നെ നേരിടേണ്ടി വന്നു. ഞങ്ങൾക്ക് അവിടെ നിന്നും മാറി താമസിക്കേണ്ടി വന്നു. അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം നാട്ടിൽ നിന്നും ഈ രീതിയിൽ ഓടിപ്പോകേണ്ടി വരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. പഠനത്തെയൊക്കെ തന്നെ അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിച്ചു. എൻ്റെയും എൻ്റെ സഹോദരിമാരുടെയൊക്കെ തന്നെ പഠനത്തെ വളരെ ദോഷകരമായിട്ട് ബാധിച്ചു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിലുള്ളൊരു പ്രധാന ലക്ഷ്യം ഒന്ന് സ്റ്റേബിൾ ആവുക എന്നത് മാത്രമായിരുന്നു. ഒന്ന് പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടുക. സഹോദരിമാർ എന്നേക്കാൾ താഴെയുള്ള ആൾക്കാരാണ്. അവരുടെ പഠനം കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം അവരുടെ വിവാഹങ്ങൾ നടത്തുക. ഈ കാര്യമൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അല്ലാതെ മറ്റൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാനുള്ളൊരു സമയമോ ഒന്നും തന്നെ, സാഹചര്യമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ജീവിതം ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷമാണ് ഈ പറഞ്ഞ എഴുത്തുകൾ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്. അതായത് 2010 ആദ്യത്തെ കഥ
ഒരു മുഖ്യധാരാ പ്രസിദ്ധീകരണത്തിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായിട്ട് കഥകളും നോവലുകളും ഒക്കെ എഴുതി തുടങ്ങുന്നു. 2016 ആദ്യമായിട്ടൊരു ബാലസാഹിത്യ കൃതി എഴുതുന്നത്, ഒരു നോവൽ എഴുതുന്നത്, ബാലസാഹിത്യ നോവൽ. കുരുവികളുടെ ലോകം എന്ന പേരിൽ ഒരു ബാലസാഹിത്യ നോവൽ എഴുതുന്നത് 2016 അത് ഗ്രീൻ ബുക്സ് ആയിരുന്നു ബുക്ക് ആയിട്ട്, പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചത്. അതിന് കിട്ടിയ നല്ല രീതിയിലുള്ള കുട്ടികളുടെ ഇടയിൽ നിന്നും വായനക്കാരുടെ ഇടയിൽ നിന്നും ഒക്കെ തന്നെ ലഭിച്ച നല്ല രീതിയിലുള്ള സ്വീകരണം, അതിന് ലഭിച്ച നല്ല പ്രതികരണങ്ങൾ, കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ എഴുതണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടാക്കുകയും ചെയ്തു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുട്ടികളുമായിട്ടാണ് രാവിലെ മുതൽ രാത്രി വരെ ഇടപെടുന്നത്. കാരണം ഞാൻ അധ്യാപകനായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എല്ലാ ചലനങ്ങളും എനിക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ആഗ്രഹങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, സമ്മർദ്ദങ്ങൾ, അവരുടെ അഭിലാഷങ്ങൾ ഒക്കെ തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാനുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ ഉണ്ടാകുന്നു. അത് എന്നെ ആ രീതിയിൽ ബാലസാഹിത്യ രചനയ്ക്ക് കൂടുതൽ സഹായകമായിട്ട് മാറിയിട്ടുണ്ട്. അതെ, അതോടൊപ്പം ശ്രീജിത്ത്, ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട്, ആശയം കൊണ്ട് നേരിടാൻ കെൽപ്പില്ലാത്തവരാണ് കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നത് എന്നുള്ളത്. അതിൻ്റെ ആഘാതം, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ നൽകുന്ന ആ ഇരുട്ട് ശ്രീജിത്തിന് കൃത്യമായി തന്നെ ബോധ്യമുള്ളതുമാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിന് ഉപരിയായി ഒരുപക്ഷെ ഇതിന് പ്രതികാരം എന്നുള്ള ചിന്തയിലേക്ക് വരേണ്ടുന്ന ഒരു ബാല്യ യൗവന കാലത്തിലൂടെയാണ് അന്ന് ശ്രീജിത്ത് കടന്നുപോയത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എഴുത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാമെന്നും അതിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാം എന്നും തോന്നാൻ ആരെങ്കിലും ഒരു പ്രചോദനം ആയിട്ടുണ്ടോ? അതായത് ഒരു സമൂഹത്തിൽ പരിവർത്തനം വരുത്തണമെങ്കിൽ, നല്ല ചിന്തകൾ ഉണർത്തണമെങ്കിൽ, അതോടൊപ്പം ആശയം അതിലൂടെ പ്രാവർത്തികമാക്കണമെങ്കിൽ എഴുത്തിൻ്റെ വഴിയാണ് നല്ലത് എന്നുള്ളത് പറഞ്ഞു തന്ന പ്രചോദനമായ ആരെങ്കിലും, ഗുരുസ്ഥാനീയരായ ആരെങ്കിലും ശ്രീജിത്തിനുണ്ടായിരുന്നു? തീർച്ചയായിട്ടും അതിൽ, കാരണം അച്ഛൻ വിശ്വസിച്ച ഒരു രാഷ്ട്രീയ ആശയം എന്നത് അതൊരു സമാധാനത്തിൻ്റെ രാഷ്ട്രീയ ആശയമാണ്. കാരണം എനിക്ക് തുടക്കം മുതൽ തന്നെ, എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ അച്ഛൻ പറഞ്ഞു തരുന്ന കഥകളും കാര്യങ്ങളൊക്കെ ആ രീതിയിലുള്ളതാണ്. സമാധാനത്തിൽ അച്ഛൻ്റെ ജീവിതത്തിൽ പാലിച്ചു വന്നിരുന്ന ഞാൻ കണ്ട് ശീലിച്ച കാര്യങ്ങൾ അങ്ങനെയാണ്. അത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭഗവത്ഗീതയൊക്കെ വായിക്കുന്നു, വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ട്, അവരെയൊക്കെ നോക്കുന്നു. ഞാൻ ഗാന്ധിജിയുടെയൊക്കെ തന്നെ ജീവിതകഥയൊക്കെ വായിച്ച് മനസ്സിലാക്കുന്ന ആ സമയത്ത് ഞാനത് വീട്ടിൽ കണ്ട് മനസ്സിലാക്കുന്നത് അച്ഛനെയാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരാൾ ആയിട്ടാണ് അച്ഛനെ ഞാൻ കണ്ടത്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ആശയം ആ രീതിയിൽ സമാധാനത്തെ മുറുകെ പിടിക്കുക, സഹജീവി സ്നേഹം ഉള്ളിൽ കൊണ്ടു നടക്കുക. അച്ഛൻ പ്രവർത്തിച്ചിരുന്നതും സമൂഹത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന, മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു ആദിവാസി വിഭാഗത്തിന് വേണ്ടിയാണ് അച്ഛൻ്റെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചത്. അവർക്ക് അവരുടെ ഭൂമി നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു അച്ഛൻ ഏറ്റെടുത്ത് നടത്തിയത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ അച്ഛൻ ആഗ്രഹിക്കുന്ന ജീവിതം എങ്ങനെയാണ്, സമൂഹ ജീവിതം എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ മരിച്ചതിന് ശേഷവും ഞാൻ പിന്തുടരേണ്ടത് ആ രീതിയിൽ അച്ഛൻ്റെ ആ ഒരു ആശയം തന്നെയാണല്ലോ. അച്ഛൻ ആഗ്രഹിച്ചത് മാതിരിയുള്ള ഒരു ജീവിതം ആണല്ലോ ഞാൻ സ്വീകരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ ചോദിച്ച മാതിരി എൻ്റെ മനസ്സിലും ഈ രീതിയിൽ സ്വാഭാവികമായിട്ട് അന്നത്തെ യൗവന കാലഘട്ടമാണ്. അച്ഛനെ ഇല്ലായ്മ ചെയ്തവരോട് ഉള്ള പ്രതികാര ചിന്തയും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം എന്നൊക്കെ തന്നെയായിരുന്നു എൻ്റെ മനസ്സിലും, ഏതൊരു യുവാവിനും ഉണ്ടാകുന്ന രീതിയിൽ എൻ്റെ മനസ്സിലും ആ രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായത്. പക്ഷേ അതേ സമയത്ത് തന്നെ അച്ഛൻ പിന്തുടർന്നു വന്ന ഈ ഒരു ആശയത്തിൻ്റെ ഒരു സ്വാധീനവും എൻ്റെ മനസ്സിൽ ഉണ്ട് അതേ സമയത്ത് തന്നെ. അതുകൊണ്ട് ഈ പറഞ്ഞ ഗുരുസ്ഥാനീയരായിട്ടുള്ള പലരുടെയും ആളുകളുടെയൊക്കെ തന്നെ ഉപദേശങ്ങളും ഒക്കെ തന്നെ എനിക്ക് ഈ ഒരു അച്ഛൻ്റെ ആശയത്തെ മുറുകെ പിടിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. ഒരു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ RSSൻ്റെ ഒരു ക്യാമ്പിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് അവിടെയുള്ള പലരോടും ഞാൻ ഈ രീതിയിൽ എൻ്റെ മനസ്സിലുള്ള ഈ ഒരു പ്രതികാര ചിന്ത ഞാൻ പലരോടും പങ്കുവച്ചിരുന്നു. എങ്ങനെയെങ്കിലും അച്ഛനെ ഇല്ലാതാക്കിയ ആളുകൾക്ക്
എതിരായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകണം എന്ന രീതിയിലൊക്കെയുള്ള എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ ആ സമയത്തുള്ള വികാരം ഞാൻ പങ്കുവച്ചിരുന്നു. ആ സമയത്ത് ഒരു ദിവസം രാത്രിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകനായിട്ടുള്ള അന്ന് പ്രാന്ത പ്രചാരകനായിട്ടുള്ള കേരള സംസ്ഥാനത്തിൻ്റെ പ്രചാരകനായിട്ടുള്ള സേതുവേട്ടൻ എന്നെ അടുത്ത് വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹം പറഞ്ഞു തന്ന വലിയൊരു കാര്യമുണ്ട്. അതായത് ശ്രീജിത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത എനിക്ക് മനസ്സിലാവും. ഒരു യുവാവിൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടുണ്ടാവുക ഈ തരത്തിലുള്ളൊരു പ്രതികാര ചിന്ത തന്നെയാണ്. എങ്കിൽ പോലും അതല്ല ഉണ്ടാകേണ്ടത്. ആ പ്രതികാര ചിന്ത ഉണ്ടാകേണ്ടത് ആ ഒരു ക്രൂര കൃത്യത്തിന് കയ്യാളുകളായിട്ട് മാറിയ, വെറും ആയുധങ്ങളായിട്ട് മാറിയ ആ ഒരു മനുഷ്യരോട് അല്ല. അവര് വെറും ഉപകരണങ്ങൾ മാത്രമാണ്. അവരെ ഉപകരണങ്ങളാക്കിയത് ഈ ഒരു അക്രമചിന്ത എന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. ആ ഒരു അക്രമചിന്തയാണ് ആ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നും, ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഉണ്ടാകേണ്ടത്, സമൂഹത്തിൽ നിന്നും ഉണ്ടാകേണ്ടത്. അത് ഇല്ലാതാകണമെങ്കിൽ അവരുടെ കണ്ണ് തുറപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ ഒന്ന് കണ്ണു തുറപ്പിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിട്ടില്ല. പക്ഷേ ജീവിതത്തിൻ്റെ വഴിയിൽ ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് തിരഞ്ഞെടുക്കാൻ സാധിച്ച ഈ ഒരു ആശയത്തിൽ മറ്റുള്ളവരുടെ സമൂഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ, അക്രമങ്ങൾക്കെതിരെ, കൊലപാതകങ്ങൾക്കെതിരെ, പരവിദ്വേഷത്തിനെതിരെ കണ്ണ് തുറപ്പിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു മാർഗം, എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു മാർഗമായിട്ട് എനിക്ക് തോന്നിയത് അക്ഷരങ്ങൾ ആണ്. കാരണം ഞാൻ കൈകാര്യം ചെയ്യുന്ന മേഖല കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ആ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, സ്നേഹത്തിൻ്റെ ഭാഷ പറഞ്ഞു കൊടുക്കുക, പരവിദ്വേഷം ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക, സഹജീവി സ്നേഹവും വിജ്ഞാനവും പകർന്നു നൽകുക, ശാസ്ത്രബോധം പകർന്നു നൽകുക. ഈ കാര്യങ്ങളിലൂടെ കുട്ടികളിൽ മറ്റ് ചിന്തകൾ ഇല്ലാതാക്കിയെടുക്കാൻ സാധിക്കുകയും പുതിയൊരു തലമുറയെ ആ രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും, അതുകൊണ്ട് തന്നെ എൻ്റെ രചനകളിൽ ഞാൻ എഴുത്തുടങ്ങിയ സമയത്ത്, എൻ്റെ രചനകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ സമയത്ത്, ബാലസാഹിത്യം എഴുത്തുടങ്ങിയ സമയത്ത് ഈ കാര്യങ്ങൾ രചനകളിൽ ബോധപൂർവം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും കുട്ടികളെ വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രലോകത്തേക്കും ഒക്കെ തന്നെ, ഒപ്പം തന്നെ പ്രകൃതി അവബോധത്തിൻ്റെയും ഒക്കെ തന്നെ മേഖലകളിലേക്ക് കൊണ്ടുവരാനും പുതിയൊരു തലമുറയെ ആ രീതിയിൽ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ അവാർഡിന് അർഹമായിട്ടുള്ള പുസ്തകം പെൻഗ്വിനുകളുടെ വൻകരയിൽ, അതൊരു പരിസ്ഥിതി ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട നോവലാണ്. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇതേ ആശയങ്ങൾ തന്നെയാണ്. സഹജീവി സ്നേഹം, പ്രകൃതി സ്നേഹം, ശാസ്ത്രബോധം, വിജ്ഞാന കൗതുകം, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തും ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. അത് കുട്ടികളിലേക്ക് കൃത്യമായിട്ട് അത് വിനിമയം ചെയ്യാൻ ആ ഒരു നോവലിലൂടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അതിൽ നിന്നും ലഭിക്കുന്ന, വായനക്കാരിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് ലഭിക്കുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഈ ഒരു അവാർഡിനെ ഞാൻ കാണുന്നത്. അതെ, തീർച്ചയായും. കാരണം അധ്യാപകനാണ്, എപ്പോഴും കുട്ടികളുമായി സംവദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുമ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോഴാണ് ശ്രീജിത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടി ഓർക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ ആശയം അത് കുട്ടികളിലേക്ക് പകർന്നു നൽകുക, നല്ല ഒരു യുവതയെ വളർത്തുക, ഇതൊക്കെ സ്വപ്നം കാണുമ്പോൾ മറ്റ് ചില എഴുത്തുകാർ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ അവരവരുടെ എഴുത്തുകൾ നേരെ വിപരീതമായി ഉപയോഗിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? പലപ്പോഴും അവരുടേതായ ആശയങ്ങൾ അത് ആക്രമണോത്സുകമായ രീതിയിലേക്കുള്ള ചില എഴുത്തുകളിലേക്ക് വരിക, ഏതെങ്കിലും രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി എഴുതുക, രാഷ്ട്രീയ ആശയങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രചരിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പുതിയ പ്രവണത കൂടി ഇക്കാലത്ത് രൂപപ്പെടുന്നുണ്ടല്ലോ. അതായത് എഴുത്തിൻ്റെ വഴിയെ എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൻ്റെ നന്മയ്ക്കല്ലാതെ സ്വകാര്യ ലാഭത്തിനായി എങ്ങനെയൊക്കെ നേട്ടം കൊയ്യാം, അതിനാരെയൊക്കെ പ്രീണിപ്പിക്കാം എന്നുള്ള തരത്തിലേക്ക് കൂടി ചില ചുവടുവയ്പ്പുകൾ കാണുന്നില്ലേ? അത് അപകടകരമായ ഒരു സൂചനയല്ലേ? തീർച്ചയായിട്ടും അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇത്തരത്തിലുള്ള സ്വാർത്ഥ ചിന്തകൾ എല്ലാ വിഭാഗം ജനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം എഴുത്തുകാരിലും ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള എഴുത്തുകൾക്ക്, അത്തരത്തിലുള്ള സ്വാർത്ഥ ചിന്തയോടുകൂടിയുള്ള
അല്ലെങ്കിൽ ആരോടെങ്കിലും വിദ്വേഷം വെച്ച് പുലർത്തിക്കൊണ്ടുള്ള ഒരു എഴുത്തിനെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ആശയത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന എഴുത്തിനെ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള അത്തരത്തിൽ പരവിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്തുകളോ മറ്റുള്ള കാര്യങ്ങളോ അതൊന്നും തന്നെ ഒരു കാലത്തും നിലനിൽക്കില്ല. നമ്മുടെ ഇന്നത്തെ സാഹിത്യ ലോകം നമ്മൾ എൽക്കാലത്തും നിലനിൽക്കുന്ന സാഹിത്യകൃതികൾ നമ്മൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവയിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അതൊന്നും തന്നെ കാലാതിവർത്തിയായിട്ട് നിലനിൽക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകും. അത് സമൂഹത്തിലുണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രവണതകളുടെ ഭാഗം ആ ഒരു എഴുത്തിന്റെ മേഖലയിലും ഉണ്ടാകും എന്ന് മാത്രമേ നമുക്ക് അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനെ അത്തരം കാര്യങ്ങൾക്ക് വശപ്പെട്ട് പോകാതെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു പറഞ്ഞ കുട്ടികളിലെ നന്മയും സഹജീവി സ്നേഹവും പ്രകൃതി അവബോധവും ശാസ്ത്രാവബോധവും ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ലോകത്തിന് നല്ലൊരു തലമുറയെ വാഗ്ദാനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാഹിത്യം, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ധാരാളം പ്രലോഭനങ്ങൾ ചുറ്റുമുള്ള സമയത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ചെയ്യേണ്ടത് എന്നെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ്റെ ധർമ്മമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിച്ച ഒരാൾ എന്ന രീതിയിൽ ഞാൻ ഒരിക്കലും ആ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ പാടില്ല എന്നുള്ളൊരു ബോധം എൻ്റെ മനസ്സിലുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ലോക സാഹചര്യം, നമ്മൾ കേരളത്തിലെ സാഹചര്യം മാത്രമല്ല ഭാരതത്തിലെയും ലോകത്തിൻ്റെ സാഹചര്യത്തിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. പലതരത്തിലുള്ള ആക്രമണങ്ങൾ മനുഷ്യർ നേരിടുന്നു, കുഞ്ഞുങ്ങൾ നേരിടുന്നു പലയിടത്തും. ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധമായി കഴിഞ്ഞാലും അതേപോലെ തന്നെ നൈജീരിയയിലും ഒക്കെ തന്നെയുള്ള കൂട്ടക്കൊലകളും ഒക്കെ തന്നെ കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അക്രമോത്സുകത മനുഷ്യ മനസ്സിൽ ഉണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ട്. അത് മനുഷ്യന്റെ മൃഗവാസനയാണത്. മനുഷ്യൻ പൂർണ്ണമായിട്ടും മനുഷ്യനായിട്ട് രൂപപ്പെടാത്തതിൻ്റെ ഒരു പ്രശ്നമാണത്. മനുഷ്യനെ പൂർണ്ണമായിട്ടും മനുഷ്യനായിട്ട് രൂപപ്പെടുത്താൻ വേണ്ടി മാനവികതയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ശ്രമം ആണ് എഴുത്തിലൂടെ നടത്തേണ്ടത് എന്നാണ് എൻ്റെ തോന്നൽ, എൻ്റെ വിശ്വാസം അതാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഞാൻ എഴുത്തിൽ നടത്തുന്നത്. മറ്റുള്ള എൻ്റെ ചുറ്റുപാടുള്ള പലരും ആ രീതിയിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നുണ്ടാവും, അഴിമാറി ചിന്തിക്കുന്നുണ്ടാവും. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുട്ടികളിൽ നന്മയും സഹജീവി സ്നേഹവും പരദ്വേഷമില്ലായ്മയും ദേശീയമായിട്ടുള്ള കാഴ്ചപ്പാടും വിജ്ഞാനബോധവും ഒക്കെ തന്നെ സൃഷ്ടിക്കാനാണ് ഞാൻ എൻ്റെ എഴുത്തിലൂടെ ശ്രമിക്കുന്നത്. എൻ്റെ ഭാവിയുള്ള രചനയിലും അത്തരത്തിൽ തന്നെ ഞാൻ നടത്തും. എൻ്റെ ഈ ഒരു രചനാശൈലിക്കും ഈ ഒരു ലക്ഷ്യബോധത്തിനും ഈ തരത്തിലുള്ള എൻ്റെ എഴുത്തിനും കിട്ടുന്ന ഒരു അംഗീകാരം, അത്തരത്തിലുള്ള രചനകൾക്ക് അംഗീകാരം ലഭിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു പുസ്തകത്തിന് ലഭിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് എന്നത്. അതൊരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആ ഒരു മേഖലയിലുള്ള ഇന്ത്യയിലത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവാർഡാണത്. അപ്പോൾ അത്തരം ഒരു വലിയൊരു പുരസ്കാരം, അതിലൊരു അംഗീകാരം അതിന് ലഭിക്കുന്ന സമയത്ത് ആ ഒരു ആശയത്തിന് തീർച്ചയായിട്ടും പൊതു സ്വീകാര്യതയുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങളിലേക്ക്, മറ്റു മാലിന്യങ്ങളിലേക്ക് എനിക്ക് പോകേണ്ട ആവശ്യമില്ല. എൻ്റെ ഈ ഒരു പാതയിലൂടെ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് ഉറച്ച പിന്തുണ സമൂഹത്തിൽ നിന്നുമുണ്ട്, അതേപോലെ തന്നെ അക്കാദമിയുടെ ഭാഗത്തു നിന്നുണ്ട്, വായനക്കാരുടെ ഭാഗത്തു നിന്നുണ്ട്. പിന്നെ ഞാൻ ആരെയാണ് ഭയക്കേണ്ടത്, എന്തിൻ്റെ പിന്നിലാണ് പോകേണ്ടത്? അത്തരത്തിലുള്ള യാതൊരു മാലിന്യങ്ങളും എന്നെ ബാധിക്കില്ല. എൻ്റെ എഴുത്തിൽ എൻ്റെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഞാൻ എഴുത്തിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതെ, തീർച്ചയായും. ചെറുകഥ, നോവൽ, ബാലസാഹിത്യം ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി എഴുത്ത് നീളുമ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ നിരവധി പുരസ്കാരങ്ങൾ താങ്കളെ തേടി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ കൂടി അറിയാം. വീട്ടിൽ ആരൊക്കെയുണ്ട് അതും കൂടി പ്രേക്ഷകരിലേക്ക്. ഇപ്പോൾ എൻ്റെ കുടുംബം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. തൃശ്ശൂർ ആണ് ജോലി. തൃശ്ശൂർ ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂളിനടുത്ത് തന്നെയുള്ള വല്ലച്ചിറയിലാണ് ഞാൻ താമസിക്കുന്നത്. ഭാര്യയും മക്കളും ഒരുമിച്ച് ഉണ്ട്. ഭാര്യയുടെ പേര് ദീപ്തി.
മക്കള് മൂത്തയാള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഘനശ്യാം എന്നാണ് പേര്. ഇളയയാള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ആഗ്നേയ് എന്നാണ് പേര്. ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നു. അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലം വരെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അനിയത്തിയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അമ്മ അങ്ങ് കോഴിക്കോടേക്ക് നാദാപുരത്തെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. കുറച്ച് കാലമായിട്ട് അവിടെ ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് അവിടെ താമസിക്കുകയാണ്. അനിയത്തിയുടെ പഠന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയും കൂടെ എൻ്റെ കൂടെ വരും. എൻ്റെ അമ്മയും ഞാനും എൻ്റെ ഭാര്യയും മക്കളുമുള്ള ഒരു ചെറിയൊരു കുടുംബം. അങ്ങനെയാണ് തൃശ്ശൂർ ഞങ്ങളാണ് താമസിക്കുന്നത്. നേരത്തെ പറഞ്ഞ സംഘർഷങ്ങൾ നടന്ന കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തെ ആ ഒരു മേഖലയിൽ നിന്നും അകന്ന് ആണ് ഇപ്പോൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തിൻ്റെതായിട്ടുള്ള സംഘർഷത്തിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ ഈ രീതിയിൽ തൃശ്ശൂരിലത്തെ ആ ഒരു താമസ അന്തരീക്ഷത്തിൽ അനുഭവിക്കേണ്ടി വരുന്നില്ല. പ്രത്യക്ഷമായിട്ട് അനുഭവിക്കേണ്ടി വരുന്നില്ല. വളരെ സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു, എഴുതാൻ സാധിക്കുന്നു. കുടുംബാന്തരീക്ഷവും തീർച്ചയായിട്ടും അതിന് അനുകൂലമാണ്. എഴുത്തിനെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബാന്തരീക്ഷം എനിക്കുണ്ട്. ഇതൊക്കെ തന്നെ ഉണ്ടാവണമല്ലോ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം. അത് എഴുത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുടുംബാംഗങ്ങളുടെ പിന്തുണ ഉണ്ടാവേണ്ടതുണ്ട്. ഭാര്യയും കുട്ടികളും ഒക്കെ തന്നെ ആ രീതിയിൽ നല്ല പിന്തുണ നൽകുന്നുണ്ട്. അത് എഴുത്തിനെ വളരെ സഹായിക്കുന്നുമുണ്ട്. അതെ, ശ്രീജിത്ത് എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് വളരെ വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന്. സന്തോഷം. വളരെ നന്ദി. നമസ്കാരം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ബാലസാഹിത്യത്തിന് നേടിയ ശ്രീജിത്ത് മൂത്തേടത്താണ് നമ്മളോടൊപ്പം ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചത്.